ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്ഷേത്രവിശേഷമാണ് പറയാൻ പോകുന്നത്. ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം, തിരുവനന്തപുരം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ തെക്കു പടിഞ്ഞാറേ മൂലയിൽ അഥവാ കന്നിമൂലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. നമ്മൾ തെക്കേ നട ഇറങ്ങി പോകാം. അതല്ലെങ്കിൽ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ വാതിൽ ഇറങ്ങി നേരെ നടക്കുമ്പോൾ സമാന്തരമായ ഒരു റോഡ് കാണും. ആ റോഡിലൂടെ തെക്കോട്ട് കുറച്ച് നടന്നാൽ മതി. അപ്പോഴേക്കും നമ്മൾ ഒരു മനോഹരമായ ഒരു ഗരുഡ പ്രതിമ കാണും. അതിലെ ആ പ്രതിമയെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ്. അവിടെയാണ് ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം. അതിനോട് ചേർന്ന് തന്നെ ശ്രീ പാണ്ഡുരംഗ സ്വാമിയുടെ ക്ഷേത്രവുമുണ്ട്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. അതല്ലെങ്കിൽ തെക്കേ നട ഇറങ്ങിക്കഴിഞ്ഞാൽ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്താം. ഇതാണ് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിൻ്റെ വഴി. ആരോട് ചോദിച്ചാലും പറഞ്ഞു തരും. ഇനി പ്രത്യേകതയാണ് നമ്മൾ അറിയേണ്ടത്. എന്തിനാണ് നമ്മൾ ആ ക്ഷേത്രത്തിൽ പോകേണ്ടത്, നമ്മൾ ഓരോരുത്തരും പോകേണ്ടുന്ന പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ കന്നിമൂലയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഒന്നാമത്തെ പ്രത്യേകതയാണ്. ശ്രീ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ആര് പ്രതിഷ്ഠിച്ചു എന്നുള്ളതിന് വ്യക്തമായ യാതൊരു രേഖയും ഇന്ന് ലഭ്യമല്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനോളം തന്നെ പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ശ്രീകോവിൽ വൃത്താകൃതിയിലുള്ളതും ചെമ്പു തകിടുകൾ കൊണ്ട് മേഞ്ഞിട്ടുള്ളതുമാണ്. ഒരു ശിലയിൽ തീർത്തതും വരാഹത്തിൻ്റെ ഇടതു തുടയിൽ ലക്ഷ്മി ദേവി ഇരിക്കുന്നതുമായ വിഗ്രഹം വളരെ അപൂർവമാണ്. അതായത് നമ്മൾ ആ ശ്രീകോവിലിനകത്തേക്ക് നോക്കുമ്പോൾ ഭഗവാനും ദേവിയും ഒരേ നടയിലിരിക്കുകയാണ്. ഭഗവാന്റെ ഇടതു തുടയിൽ ഭഗവാനോട് ചേർന്നാണ് ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. അങ്ങനെയുള്ള പ്രതിഷ്ഠ വളരെ അപൂർവമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിന് സ്വർണ്ണധ്വജവും താഴികക്കുടങ്ങളുമുണ്ട്. പടിഞ്ഞാറോട്ട് ദർശനമായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലെ ദേവൻ സ്വാത്തിക ഭാവത്തിലാണ് ഉള്ളത്. ഹിരണ്യാക്ഷൻ എന്ന അസുരൻ അഹങ്കാരം മൂത്ത് ഭൂമിയെ വെള്ളത്തിൽ താഴ്ത്തി കോപാക്രാന്തനായ മഹാവിഷ്ണു തൻ്റെ മൂന്നാമത്തെ അവതാരമായി, അതായത് വരാഹമൂർത്തിയായി അവതരിച്ച് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ യഥാസ്ഥാനത്ത് പ്രതിഷ്ഠിച്ചു എന്നതാണ് ഐതിഹ്യം. ഇതൊക്കെ നമ്മൾ വരാഹ അവതാരത്തിൽ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാം. പഞ്ചപാണ്ഡവരുടെ വനവാസകാലത്ത് അവർ ഇവിടെ താമസിച്ചിരുന്നതായും, അതായത് നമ്മുടെ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്ന ഈ ഭാഗത്ത് താമസിച്ചിരുന്നതായും അർജുനൻ വരാഹമൂർത്തിയെ പൂജിച്ചിരുന്നതായും പറയുന്നു. കാരണം അവർക്ക് ഭൂമിയാണല്ലോ നഷ്ടപ്പെട്ടത്. അവരുടെ രാജ്യം, ഭൂമി ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ വനവാസകാലത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് തിരിച്ചവരുടെ ഐശ്വര്യങ്ങളൊക്കെ അവർക്ക് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് അർജുനൻ വരാഹമൂർത്തിയെ ഇവിടെ താമസിച്ച് പൂജിച്ചിരുന്നതായി പറയുന്നു. ഏകദേശം 7 ഏക്കർ വിസ്തീർണമുള്ള ഇത്രയും വലിയ ഒരു ക്ഷേത്രക്കുളം തിരുവനന്തപുരത്ത് മറ്റെങ്ങുമുള്ളതായി അറിയുകയുമില്ല. ഇതൊരു ചിറയാണെന്നാണ് വിശ്വസിക്കുന്നത്. പുരാതന കൃതിയായ അനന്തപുരം വർണ്ണനയിൽ ഈ കുളത്തിനെ പറ്റി പരാമർശിക്കുന്നുണ്ട്. മുറജപ കാലത്ത് നമ്പൂതിരിമാരുടെ ഒരു പ്രധാന വാസസ്ഥലവും ആയിരുന്നു. ഇനി ഈ ക്ഷേത്രത്തിൽ നമ്മൾ പോയി തൊഴേണ്ടുന്ന പ്രാധാന്യം, അതായത് വിവാഹം കഴിക്കാതെ ഇരിക്കുന്ന, അതായത് വിവാഹത്തിന് ബുദ്ധിമുട്ട് തടസ്സങ്ങൾ നേരിട്ടിരിക്കുന്ന ആളുകളും, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വിവാഹ ജീവിതത്തിൽ ഉള്ള ആളുകൾ 12 ആഴ്ച തുടർച്ചയായി സ്വയംവര പുഷ്പാഞ്ജലിയും ലക്ഷ്മി നാരായണ പൂജയും നടത്തിയാൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ മാറുമെന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. അതുപോലെ സ്വന്തമായി ഒരു ഭൂമി മേടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ വന്ന് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് വഴിപാടുകൾ നടത്തി നമ്മൾ മനസ്സറിഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് സാധിച്ചു തരുമെന്ന് പറയുന്നു. അതുപോലെ തന്നെ
സാമ്പത്തികമായി അതിഭീകരമായ ദുരിതം അനുഭവിക്കുന്നവർ അവിടെ വന്ന് പ്രാർത്ഥിച്ച് ഭഗവാന് തുളസിമാലയും ദേവിക്ക് വെള്ളത്താമരയും കൊടുത്ത് പ്രാർത്ഥിച്ചാൽ അതിനൊരു ഫലമുണ്ടാകുമെന്ന് പറയുന്നു. വളരെ കാലമായി ജോലി കിട്ടാതെ അലയുന്നവർ, പഠിത്തത്തിൽ പുറകോട്ട് പോകുന്നവർ, അതായത് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് ഒക്കെ ഒരു പരിഹാരം ഈ ക്ഷേത്രത്തിൽ വന്നു തൊഴുത് പ്രാർത്ഥിച്ചാൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നതൊന്നും നമ്മുടെ കയ്യിൽ നിന്നും തിരിച്ചെടുത്തുകൊണ്ട് പോകില്ല ഈ ഭഗവാൻ. അതായത് ഭഗവാൻ നമുക്ക് കുറച്ച് ഭൂമി തന്നു, നമ്മളങ്ങ് അഹങ്കരിച്ചു എങ്കിൽ പോലും ഭഗവാൻ അത് തിരിച്ചെടുത്തുകൊണ്ട് പോകില്ല. അത്രത്തോളം ദയാലുവാണ് ഭഗവാൻ എന്നാണ് പറയുന്നത്. അപ്പം അത്രയും ശക്തിയുള്ള ഈ ദേവനെ നിങ്ങളെല്ലാവരും വന്ന് തൊഴുത് പ്രാർത്ഥിക്കണം. വരാൻ പറ്റാത്തവരെല്ലാവരും ഇതുപോലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ച് ഇരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർക്ക് ദൂരസ്ഥലമാണ്, വന്നു തൊടാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെല്ലാവരും ലക്ഷ്മി വരാഹമൂർത്തിയെ പ്രാർത്ഥിക്കുക. വീട്ടിലിരുന്ന് വിളക്ക് കത്തിച്ച് നമ്മൾ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ആ പരിഹാരമുണ്ടായതിന് ശേഷമെങ്കിലും അവിടെ വന്ന് ഭഗവാനെ ഒന്ന് കണ്ട് തൊഴാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ലക്ഷ്മി വരാഹമൂർത്തി ക്ഷേത്രം തിരുവനന്തപുരത്തുണ്ടെന്നും ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ ഇതാണെന്നും ആ ദേവനെയും ദേവിയെയും ആ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. തീർച്ചയായിട്ടും അതിൻ്റെ ഫലമുണ്ടാകും. ഇതാണ് ക്ഷേത്രവിശേഷം. ഇപ്പോൾ ഞാനിത് പറയുന്നതിൻ്റെ കാരണം വെക്കേഷനാണ് വരാൻ പോകുന്നത്. പലരും തിരുവനന്തപുരത്തൊക്കെ വരും. ആ സമയത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം മാത്രമല്ല നിങ്ങൾ തൊഴുതു പോകേണ്ടത്, ഇതുപോലുള്ള ക്ഷേത്രങ്ങളും കൂടി ചുറ്റുപാടുമുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെയൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിക്കുക. അപ്പോൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മാറുന്നതിന് വേണ്ടി എല്ലാ ഐശ്വര്യങ്ങളും നമുക്ക് പ്രദാനം ചെയ്യുന്ന മഹാലക്ഷ്മിയും ദേവി തരുന്ന ഐശ്വര്യങ്ങൾ സംരക്ഷിക്കുന്ന ഭഗവാനും ഒന്നിച്ചിരിക്കുന്ന ആ മഹത്തായ ക്ഷേത്രത്തെ ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുക. ഓം ലക്ഷ്മി വരാഹമൂർത്തയേ നമ എന്ന് 108 തവണ ജപിക്കുക. ഭഗവാനെ, എന്നെ ഒരിക്കലെങ്കിലും അവിടെ വന്ന് തൊഴാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.